1989 ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ പോലും ഇടം പിടിക്കാൻ സാധിച്ച ഒരു പരേഡ് മാൻഹാറ്റനിൽ നടന്നു. 5000-ഓളം ആൾക്കാർ ഒരു സിനിമയുടെ 50-ാം വാർഷികം ആഘോഷിക്കാൻ എത്തിയതാണ് അന്നവിടെ. ഹോളിവുഡിന്റെ സുവർണ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ക്ലാസിക് സിനിമകൾ ഇറങ്ങിയെന്ന് കണക്കാക്കപ്പെടുന്ന വർഷം 1939. കാൻസസിൽ നിന്നുള്ള ഒരു സാധാരണ പെൺകുട്ടി അമേരിക്കയുടെ മനം കവർന്നു. അവളുടെ പേര് ഡൊറോത്തി ഗെയിൽ. സിനിമ ദി വിസർഡ് ഓഫ് ഓസ്. പ്രായഭേദമന്യേ ഇന്നും എല്ലാവരും ആസ്വദിക്കുന്ന സിനിമയുടെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടന്ന സംഭവങ്ങൾ ഏറെയാണ്. എല്ലാം ആരംഭിക്കുന്നത് 1900 എൽ ഫ്രാങ്ക് ബൗം എന്ന എഴുത്തുകാരൻ കുട്ടികൾക്കായി ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതോടെയാണ്. ദി വണ്ടർഫുൾ വിസർഡ് ഓഫ് ഓസ്. 1938 ലൂയി ബി മേയർ പുസ്തകത്തിന്റെ റൈറ്റ്സ് സ്വന്തമാക്കുന്നു. അങ്ങനെ MGM ഓസിനെ ബിഗ് സ്ക്രീനിലേക്ക് എത്തിക്കാനുള്ള പണിയും ആരംഭിക്കുന്നു. മെർവിൻ ലിറോയിനെയാണ് സിനിമ നിർമ്മിക്കാൻ ഏൽപ്പിക്കുന്നത്. മ്യൂസിക്കൽ ഫിലിം ആയതുകൊണ്ട് തന്നെ ലിറോയ് ലിറിസിസ്റ്റായ ആർതർ ഫ്രീഡിന്റെ സഹായത്തോടെയാണ് സിനിമ ആരംഭിക്കുന്നത്. ചുഴലിക്കാറ്റിൽ പെട്ട് സംസാരിക്കുന്ന മരങ്ങളും വിചിത്ര കഥാപാത്രങ്ങളും മാന്ത്രികരും മൻഷ്കിനുകളും ഒക്കെയുള്ള ഒരു മായാലോകത്തേക്ക് എത്തുന്ന ഡൊറോത്തിയുടെ കഥ. കാസ്റ്റിംഗിലേക്ക് കടക്കാം. പ്രധാന കഥാപാത്രമായ ഡൊറോത്തി ജൂഡി ഗാർലൻഡിലേക്ക് എത്തും മുൻപ് ആദ്യം പരിഗണിച്ചത് ഹോളിവുഡ് താരനിരയിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ഷേർലി ടെമ്പിളിനെയാണ്. മ്യൂസിക്കലാവുമ്പോൾ അഭിനയത്തോളം പ്രാധാന്യം ശബ്ദത്തിനുമുണ്ട്. അവിടെയാണ് ജൂഡി ഗാർലൻഡ് എന്ന പ്രതിഭ വരുന്നത്. ജൂഡിയുടെ അപ്പിയറൻസിന് അന്ന് ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. വെയിറ്റ് കുറയ്ക്കേണ്ടി വന്നതുൾപ്പെടെ ഒരുപാട് കഷ്ടപ്പാട് അന്ന് അവർ അനുഭവിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാന കഥാപാത്രം വിക്കഡ് വിച്ച് ഓഫ് ദി വെസ്റ്റ് ആണ്. വിച്ചിന്റെ കഥാപാത്രം മാർഗരറ്റ് ഹാമിൽട്ടണിൽ എത്തും മുൻപ് ആദ്യം ഗെയിൽ സൊണ്ടഗാർഡിനാണ് ലഭിച്ചത്. നെഗറ്റീവ് റോളിന് വേണ്ടി തൻ്റെ രൂപം മാറ്റുന്നതിനോട് അവർ താല്പര്യം പ്രകടിപ്പിക്കാത്തതിനാൽ ഹാമിൽട്ടൺ വിക്കഡ് വിച്ച് ഓഫ് ദി വെസ്റ്റായി രംഗത്തെത്തി. കാസ്റ്റിംഗിൽ ഇതുപോലെ മാറ്റങ്ങൾ ഡൊറോത്തിയുടെ കൂട്ടുകാരായ സ്കെയർക്രോവിനും ടിൻമാനിനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും റേയ് ബോൾജർ സ്കെയർക്രോ ആയും ബഡി എപ്സൺ ടിൻമാനായും എത്തി. അവിടെയും തീർന്നില്ല. മേക്കപ്പിൽ ടിൻമാനിന് അലുമിനിയം ഡസ്റ്റ് ഒരുപാട് ഉപയോഗിച്ച കാരണം അത് ശ്വസിച്ച് ലങ്സിലേക്ക് കയറി എപ്സൺ ഹോസ്പിറ്റലിലായി. ആ വേഷം ജാക്ക് ഹൈലിക്ക് ലഭിക്കുകയും ചെയ്തു. ഇത്തവണ അലുമിനിയം പൗഡർ മാറ്റി അലുമിനിയം പേസ്റ്റാക്കി. കവേർട്ട്ലി ലയണായി ബർട്ട്ലാറാണ് എത്തിയത്. ഇനി ടൈറ്റിൽ റോളായ ഒസ് ചെയ്ത ഫ്രാങ്ക് മോർഗനും ആദ്യ ചോയ്സ് ആയിരുന്നില്ല. മോർഗൻ 1 അല്ല 4 വേഷമാണ് സിനിമയിൽ ചെയ്തത്. അതിലൊന്ന് സിനിമയുടെ ആദ്യ ഭാഗത്തെത്തുന്ന ഒരു ഫോർച്യൂൺ ടെല്ലറായ പ്രൊഫസർ മാർവൽ എന്ന കഥാപാത്രമാണ്. തികച്ചും അവിചാരിതമായി പ്രൊഫസർ മാർവൽ സിനിമയിൽ ധരിച്ച ജാക്കറ്റ് യഥാർത്ഥത്തിൽ ഓസിന്റെ സൃഷ്ടാവായ ഫ്രാങ്ക് ബോമിൻ്റേതാണ്. പഴയ വസ്ത്രങ്ങൾ വിൽക്കുന്നിടത്ത് നിന്ന് വാങ്ങിയ ജാക്കറ്റിൽ എൽ ഫ്രാങ്ക് ബോം എന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോമിന്റെ ടൈലറും ഭാര്യയും അത് അദ്ദേഹത്തിന്റെ ജാക്കറ്റ് ആയിരുന്നു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെ തന്റെ സാന്നിധ്യം സിനിമയിൽ ബോം രേഖപ്പെടുത്തി. ദി വിസർഡ് ഓഫ് ഓസ് കണ്ടിട്ടുള്ളവർക്ക് മറക്കാൻ കഴിയാത്ത ഒന്ന് അതിലെ ഒരു പാട്ടാണ്, സംവെയർ ഓവർ ദി റെയിൻബോ. സിനിമയെ വലിച്ചിഴയ്ക്കുന്നുവെന്നും MGMലെ ഒരു സ്റ്റാർ ബാണിലിരുന്ന് പാടുന്നത് ശരിയാവില്ല എന്നുമൊക്കെ പറഞ്ഞ് ഈ പാട്ടും വേണ്ടെന്ന് വെച്ചതാണ്. എന്തായാലും ഭാഗ്യത്തിന് അത് സംഭവിച്ചില്ല. ക്രെഡിറ്റ് കിട്ടിയതും കിട്ടാത്തതുമായി 14 എഴുത്തുകാരും 5 സംവിധായകരുമാണ് സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത്. സിനിമ സംവിധാനം ചെയ്യാൻ ആദ്യം എത്തിയത് റിച്ചാർഡ് തോർപ്പാണ്. പക്ഷെ കുട്ടികളുടെ സിനിമ എന്ന നിലയിൽ വിസർഡ് ഓഫ് ഓസിനെ വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ലിറോയ് ജോർജ് ക്യൂക്കറിനെ ജോലി ഏൽപ്പിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ സിനിമയെ എത്തിക്കാൻ അടിത്തറ ഒരുക്കിയത് ജോർജ് ക്യൂക്കറാണ്. ജൂഡി ഗാർലൻഡിന്റെ വിഗും ഓവർ മേക്കപ്പും ഒക്കെ മാറ്റി കാൻസസിലെ ഒരു സാധാരണ പെൺകുട്ടിയാക്കി രംഗത്തെത്തിച്ചതുൾപ്പെടെ സിനിമയുടെ വിജയത്തിന് കാരണമായ നിരവധി മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. ക്യൂക്കറിന് ശേഷം എത്തിയ വിക്ടർ ഫ്ലെമിംഗ് ആണ് സിനിമയുടെ പ്രധാന സംവിധായകനായി അറിയപ്പെടുന്നത്. പക്ഷെ സിനിമ പൂർത്തീകരിക്കാൻ ഫ്ലെമിങ്ങിനും കഴിഞ്ഞില്ല. ആ ഭാഗ്യം ലഭിച്ചത് കിങ് വീഡോറിനായിരുന്നു. ഓസിലെ മൻഷ്കിൻ ലാൻഡിലെ കുട്ടി മനുഷ്യരെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല. ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് 100ഓളം പേരാണ് മൻഷ്കിനുകളായി രംഗത്തെത്താൻ MGMലേക്ക് അന്ന് എത്തിയത്. ഇവർ ഓരോരുത്തർക്കും കസ്റ്റമൈസ് ചെയ്ത കോസ്റ്റ്യൂമുകളും അന്ന് തയ്യാറാക്കിയിരുന്നു. കോസ്റ്റ്യൂമിൻ്റെ കാര്യമെടുത്താൽ കവേർട്ട്ലി ലയണായി എത്തിയ ബർട്ട്ലാറിൻ്റെ കോസ്റ്റ്യൂമിന് അന്ന് ഏകദേശം 41 കിലോ ആയിരുന്നു ഭാരം. യഥാർത്ഥ ലയൺ ഫർ ഉപയോഗിച്ചാണ് കോസ്റ്റ്യൂം തയ്യാറാക്കിയത്. മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം നമ്മുടെ വിച്ചിനും സെറ്റിലുണ്ടായിട്ടുണ്ട്. ചിത്രീകരണത്തിനിടയിൽ ഉണ്ടായ തീപിടുത്തം മൂലം അവർക്കുണ്ടായ അപകടം സിനിമയെ വീണ്ടും വൈകിപ്പിച്ചു.
സെറ്റിലെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, അണിയറയിൽ പ്രശംസ അർഹിക്കുന്ന ഒരു പ്രധാന വ്യക്തിയാണ് ബഡി ഗില്ലസ്പി. അതുവരെ സിനിമയിൽ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള സ്പെഷ്യൽ ഇഫക്റ്റുകളാണ് വിസാർഡ് ഓഫ് ഓസിന് വേണ്ടി ഗില്ലസ്പി തയ്യാറാക്കിയത്. 3 സ്ട്രിപ്പ് ടെക്നിക് കളർ ആദ്യമായി ഉപയോഗിച്ചു എന്ന പ്രത്യേകതയും സിനിമയ്ക്ക് സ്വന്തമാണ്. പല ദുരന്തങ്ങളുടെയും പരാതികളുടെയും ബുദ്ധിമുട്ടിൻ്റെയും എല്ലാം ഇടയിൽ തളരാതെ മുന്നോട്ട് പോയ ഒരു കൂട്ടം കലാകാരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ന് ലോകമെമ്പാടുമുള്ളവർ കണ്ടാസ്വദിക്കുന്ന ദ വിസാർഡ് ഓഫ് ഓസ്.